നിതിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാണ്. വിദ്യാർത്ഥി സംഘടനാ മാർച്ചുകളിൽ സംഘർഷം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. SFI പ്രവർത്തകരും AIYF പ്രവർത്തകരും കോളേജിലേക്ക് മാർച്ച് നടത്തി. അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. അഭിജിത്ത്, പ്രതിഷേധം ഇരമ്പുകയാണ്. ഇനി ഇത്തരത്തിൽ ഒരു സംഭവം കൂടി നമ്മുടെ നാട്ടിൽ നടക്കത്തക്ക വിധത്തിൽ, നടക്കാൻ പാടില്ലാത്ത വിധത്തിൽ പ്രതിഷേധം ഉയരേണ്ടതുമാണ്. ഇന്ന് ക്യാമ്പസിൽ കണ്ട പ്രതിഷേധ കാഴ്ചകൾ അതെങ്ങനെയായിരുന്നു അഭിജിത്ത്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ മുൻവശത്ത് ഒരു പ്രതിഷേധ കടൽ ഇരമ്പുകയായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധവുമായി ദന്തൽ കോളേജിന് മുൻവശത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം KSUവിന്റെ പ്രതിഷേധമായിരുന്നു ആര്യ. അത് അവർ ആദ്യം ഇവിടെ പോലീസ് തീർത്തൊരു ബാരിക്കേഡ് ഉണ്ട്, ആ ബാരിക്കേഡിന് മുൻവശത്ത് പ്രതിഷേധിക്കുകയും പിന്നീട് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറാനുള്ള ഒരു ശ്രമം KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീട് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയത്. അതിന് പിന്നാലെ തന്നെ SFIയും DYFIയും MSFും ABVPയും അങ്ങനെ എല്ലാ സംഘടനകളും AIYF ഉൾപ്പെടെയുള്ള സംഘടനകൾ കോളേജിനകത്തേക്ക് തങ്ങളുടെ പ്രതിഷേധവുമായി എത്തി. ഇവരൊക്കെ മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം, കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ കേസിനെ പോലീസ് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില വിവരങ്ങളാണ്. ജാതി അധിക്ഷേപം എന്ന നിലയിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ആദ്യം പുറത്തു വരുന്നത്. ജാതീയമായുള്ള ഒരു അധിക്ഷേപം താങ്ങാൻ കഴിയാതെയാണ് നിതിൻ രാജ് ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് വെക്കുന്ന കാര്യം. അതായത് ആ രീതിയിലുള്ള അധിക്ഷേപങ്ങളൊക്കെ ഈ ക്യാമ്പസിനകത്ത് വെച്ച് നിതിൻ രാജ് നേരിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മരണത്തിലേക്ക് ഈ സംഭവം കലാശിക്കുകയും ചെയ്തത്. പിന്നീട് നിരവധി തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകളൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീടാണ് പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റവും SC/ST വകുപ്പ് ഉൾപ്പെടെ ചേർത്ത് ഈ രണ്ടു പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത്. വകുപ്പ് മേധാവിക്കെതിരെയും ഒപ്പം തന്നെ അസോസിയേറ്റ് പ്രൊഫസറായ സംഗീതയ്ക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. അതിനിടയിൽ പോലീസ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. നിതിൻ രാജ് ലോൺ ആപ്പ് വഴി പണം കടമെടുത്തിരുന്നു. അപ്പോൾ അതിൽ ചില നമ്പറുകൾ ഈ ലോൺ ആപ്പുകാർക്ക് ലഭിക്കുകയും അങ്ങനെ ഈ കോളേജിലെ തന്നെ അധ്യാപികയായ ലതയ്ക്ക് ഈ ലോൺ ആപ്പുകാർ നിരന്തരം ഭീഷണി കോളുകൾ ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം പോലീസിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഘടനകളൊക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യം. അടിയന്തരമായി ഈ ആരോപണ വിധേയരായ 2 അധ്യാപകരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതിനുള്ള കാരണവും ഈ കോളേജിനകത്ത്, ക്യാമ്പസിനകത്ത് വളരെ മോശം തരത്തിലുള്ളൊരു പെരുമാറ്റം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു വിദ്യാർത്ഥി നേരിടുന്നു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് വരെ അത് നയിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ 2 പേരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതൊരു ന്യായമായ ചോദ്യവും തന്നെയാണ്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇവർക്ക് ഏതായാലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയ ഒരു സാഹചര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് പോകാൻ ഏതായാലും പോലീസ് നിർബന്ധിതമാവുകയും ചെയ്യും. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇന്ന് ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന് മുൻവശത്തുണ്ടായത്. പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ സംഘടനകൾ നൽകുന്നുണ്ട്. കൃത്യമായ ഇടപെടൽ അത് കോളേജിന്റെ ഭാഗത്തു നിന്നും ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന കാര്യം, അവരുടെ ഒരു മുന്നറിയിപ്പ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. SFIയുടെയും KSUവിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ക്യാമ്പസ് കണ്ടത്.